ഈ അക്കാദമിക വർഷത്തെ പ്രവേശനത്തിന് മുന്നോടിയായി നടന്ന പരിശോധനയിൽ മെഡിക്കൽ കൗൺസിൽ പി.കെ. ദാസ് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് കണ്ടെത്തിയ അപര്യാപ്തതകൾ ഇവയാണ്. ഫാക്കൽറ്റികളുടെ എണ്ണത്തിൽ 26% കുറവ്. പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്കാവട്ടെ കാര്യമായ അസുഖമൊന്നുമില്ല. ഓർത്തോപീഡിക്സ് വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്കാർക്കും പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല. എല്ലാവരുടെയും അസുഖം കൈകാൽ മുട്ടുവേദനയും. നെഞ്ചുരോഗം, ത്വഗ്രോഗം, നേത്രരോഗ വാർഡുകളിൽ ഒരു രോഗി പോലുമില്ല. രോഗികളുടെ എണ്ണം സംബന്ധിച്ച് കോളേജ് നൽകിയ കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചതാണ്. OP വിഭാഗത്തിൽ അന്വേഷിച്ചപ്പോൾ വാക്കാൽ പറഞ്ഞത് 20 രോഗികൾ എന്ന്. പ്രിന്റ് ഔട്ട് നൽകിയപ്പോൾ അത് 348 ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കൗൺസിൽ ഈ അക്കാദമിക വർഷത്തിലെ പ്രവേശനം തടഞ്ഞു. ലോധ കമ്മിറ്റിയിൽ നൽകിയ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ 2 കോടിയുടെ ബാങ്ക് ഗ്യാരണ്ടിയും അടിസ്ഥാന സൗകര്യം ഒരുക്കാമെന്ന സത്യവാങ്മൂലവും നൽകി പ്രവേശനാനുമതി നേടി. എന്നാൽ സത്യവാങ്മൂലത്തിലെ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഗുണ്ടാക്രമണം സംബന്ധിച്ച റിപ്പോർട്ട് മുൻനിർത്തി കോളേജിന് 2 വർഷത്തേക്ക് പ്രവേശനാനുമതി വിലക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്തു. കോളേജിന് ഷോക്കോസ് നോട്ടീസ് അയക്കാനും കോളേജിനെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചു. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൗൺസിലിന്റെ ശുപാർശ ഇനിയും പരിഗണിച്ചിട്ടില്ല. SA ജിംസ്, മീഡിയ 1, പാലക്കാട്.